نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായൊരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ ഒരു സുപ്രധാനമായൊരു വാക്ക്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിതന. ഓരോ സമൂഹത്തിനും അല്ലാഹു പ്രത്യേകമായ ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത് പോലെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് പുറമെ ഓരോ സമൂഹത്തിനും അല്ലാഹു ചില പ്രത്യേക പരീക്ഷണങ്ങൾ നൽകും. അതിലൂടെ ആ സമൂഹം വിശ്വാസിയാണോ വിശ്വാസിയല്ലേ, ഈമാൻ ഉറച്ചവരാണോ അല്ലേ, സ്വർഗാവകാശിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. ചില സമൂഹത്തിന് അല്ലാഹു ദീർഘായുസ് കൊടുത്തിട്ടുണ്ട്. ആ ദീർഘായുസ് കൊണ്ടവർ നന്മകൾ കൂടുതൽ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിയോ അല്ല ആ ദീർഘായുസ് കൊണ്ടവർ തോന്നിവാസികളായി ജീവിക്കുമോ എന്നാണ് ആ സമൂഹത്തിനുള്ള പ്രത്യേക പരീക്ഷണം. ചില സമുദായത്തിന് അല്ലാഹു ദാരിദ്ര്യം അധികമായി നൽകി പരീക്ഷിച്ചു. ആ ദാരിദ്ര്യം വരുമ്പോഴേക്കും അള്ളാഹുവിനെ അവർ കൈവിട്ട് ശിർക്കിലേക്കോ അല്ലെങ്കിൽ കുഫറിലേക്കോ എത്തിപ്പെടുന്നുവോ അല്ല കഠിനാധ്വാനം ചെയ്യുകയും തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവോ എന്ന് പരീക്ഷിക്കുകയാണ്. ഇത് പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, വ ഇന്ന ഫിത്നത ഉമ്മത്തി, എന്റെ സമുദായത്തിന് അല്ലാഹു പ്രത്യേകമായി പരീക്ഷണമാക്കിയത് അൽമാലു, സമ്പത്താണ്, പൈസയാണ്. എനിക്കും നിങ്ങൾക്കുള്ള പരീക്ഷണം ദീർഘായുസല്ല, പട്ടിണിയല്ല, ദാരിദ്ര്യമല്ല, രോഗമല്ല, അതൊക്കെ പൊതുവെ ഉണ്ടാവുന്നതാണ്. പ്രത്യേക പരീക്ഷണം അൽമാൽ, സമ്പത്താണ്. സമ്പത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിത്തറയാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നമുക്ക് വീടുണ്ടാകണമെങ്കിൽ, കുടുംബം ഉണ്ടാകണമെങ്കിൽ, ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങൾ നടക്കണമെങ്കിൽ അതിന്റെ അടിത്തറ പൈസ തന്നെയാണ്, ഒരു സംശയമല്ല. അറ്റമില്ലാത്ത പൈസ ഉണ്ടാക്കാം, നിശ്ചിത അളവേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാഹു പറഞ്ഞിട്ടില്ല. ആ ഉണ്ടാക്കുന്നതിന് അല്ലാഹു വലിയ കൂലിയും പറഞ്ഞു. നമുക്ക് സമ്പാദിക്കാം, അധ്വാനിക്കാം, പണമുണ്ടാക്കാം, അതിന് മുഴുവൻ അല്ലാഹു പ്രതിഫലമുണ്ട്, അതിന് ശ്രമിച്ചോളൂ, അധ്വാനിച്ചോളൂ എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ് ഇത് പ്രത്യേകമായൊരു പരീക്ഷണമായി മാറുന്നത്? അതിനെക്കുറിച്ച് നമ്മൾക്ക് ധാരണ ഉണ്ടാകണം. കാരണം നമ്മൾക്കാണിത് പരീക്ഷണമാക്കിയത്.
അതെന്താണ് പരീക്ഷണം? പരിശുദ്ധ ഖുർആൻ ആ പരീക്ഷണത്തെ ഇങ്ങനെയാണ് പറയുന്നത്: ഫകുലു മിമ്മാ റസഖകുമുല്ലാഹ് ഹലാലൻ ത്വയ്യിബൻ വഷ്കുറു നിഅമത്തല്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. ഇതാണ് പരീക്ഷണത്തിന്റെ ഇസ്ലാം വെച്ച, ഖുർആൻ വെച്ച, അല്ലാഹ് വെച്ച മാനദണ്ഡം. വിശ്വാസികളെ, നമ്മുടെ നാട്ടിൽ പണം കിട്ടുന്നതിനും ചിലവഴിക്കുന്നതിനും ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. വരുമാനത്തിന് ആയിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. നല്ലതുണ്ട്, ചീത്തയുണ്ട്, പെട്ടെന്ന് കിട്ടുന്നതുണ്ട്, കഠിനാധ്വാനത്തിലൂടെ ലഭിക്കുന്നതുണ്ട്, സ്വദേശത്തുനിന്ന് കിട്ടുന്നതുണ്ട്, വിദേശത്തുനിന്ന് കിട്ടുന്നതുണ്ട്, ഒക്കെ ഉണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മാർഗങ്ങളുണ്ട്. അത് ഈ ദുനിയാവിൽ അള്ളാഹു വെച്ചതാണ്. ഇനി എന്താണ് പരീക്ഷണം? കുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ. അതിൽ സ്വർഗം ആഗ്രഹിക്കുന്നവർ, പരലോക വിജയം ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് നേരിട്ട് കാണണം എന്ന് കൊതിക്കുന്നവർ, അവർ അതിൽ ഹലാലായത്, അള്ളാഹ് അനുവദിച്ചതും നല്ലതുമായ മാർഗത്തിലുള്ള ധനസമ്പാദനമാണ് ചെയ്യേണ്ടത്. അള്ളാഹ് അനുവദിച്ച മാർഗത്തിലാണ് പണം ഉണ്ടാക്കേണ്ടത്, ചിലവഴിക്കേണ്ടത്. അള്ളാഹു പറഞ്ഞ രൂപത്തിലാണ് സ്വത്ത് വീതം വെക്കേണ്ടത്. അങ്ങനെയുള്ള ഏർപ്പാടിലാണ് നമ്മൾ പണം നിക്ഷേപിക്കേണ്ടത്. ഇതാണ് പരീക്ഷണം. നാട്ടിലെ കുറെ ആളുകൾ പലതിലും നിക്ഷേപിക്കും, നമ്മൾക്കും നിക്ഷേപിക്കാം. പക്ഷെ ആ നിക്ഷേപത്തിൽ അള്ളാഹു ഈമാൻ തീരുമാനിക്കുന്നത് അള്ളാഹ് അനുവദിച്ചതാണോ അല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അവർ പണം ചെലവഴിക്കുന്നതും നിക്ഷേപിക്കുന്നതും സമ്പാദിക്കുന്നതും. നാട്ടിൽ പല രൂപങ്ങളിലും കച്ചവടങ്ങളുണ്ട്. ആ കച്ചവടത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ നിക്ഷേപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾക്കുള്ള പരീക്ഷണം. ഖുർആൻ അതെങ്ങനെയാണ് പറഞ്ഞത്? അള്ളാഹുവിന് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നമ്മൾ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഹലാലും ത്വയ്യിബുമായ മാർഗത്തിൽ അവനവന്റെ പണസമ്പാദന മേഖല ക്രമീകരിക്കണം. അതാണ് നമ്മൾക്ക് അള്ളാഹു നടത്തുന്ന പരീക്ഷണം. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്കിതിന്റെ ഭാഗമായി പല മേഖലയാണ് പറഞ്ഞത്. പ്രവാചകൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കും. നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഹലാലൻ റിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുവേ എന്റെ വരുമാനത്തെ, എന്റെ ജീവിതക്രമത്തെ, എന്റെ സമ്പത്തിനെ നീ ഹലാലും ത്വയ്യിബുമാക്കി മാറ്റി തീർക്കണമേ എന്ന് അള്ളാഹുവിനോടൊരു വിശ്വാസി പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ നാട്ടില് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സമ്പത്തിന്റെ മേഖല ഉണ്ട്. ആ മേഖലയിൽ ചിലപ്പോൾ നമ്മളെ പെടുത്തിയേക്കാം, ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം, ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ശൈത്വാൻ കുഴപ്പമില്ല എന്ന് തോന്നിപ്പിച്ചേക്കാം. പടച്ചോനെ, ഞങ്ങൾക്ക് അറിയണ മേഖലയുണ്ട്, അറിയാത്ത മേഖലയുണ്ട്. നാഥ, എന്റെ സമ്പത്ത്, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന പൈസ, എന്റെ അനന്തര സ്വത്തായി എനിക്ക് കിട്ടിയ സമ്പത്ത്, എന്റെ ബാപ്പയും ഉമ്മയും എനിക്ക് നൽകിയ സമ്മാനം എന്തായിക്കോട്ടെ, പടച്ചോനെ ഹലാലും ത്വയ്യിബുമായത് മാത്രമേ എന്റെ വരുമാനത്തിലേക്ക് നാഥ നീ എത്തിക്കേണ്ടതുള്ളൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾക്കുള്ള പരീക്ഷണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ, പ്രവാചകന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു 7 വയസ്സോ, ഹദീസിൽ വന്ന വാക്കെന്താണ്? വഹുവ സ്വഗീറുൻ ഇബ്നു സബഅ സിനീൻ ഔ അഖൽ. ഒന്നുകിൽ 7 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സിന്റെ താഴെ ഉണ്ടാവുള്ളൂ ഹസൻ റളിയല്ലാഹുവിന്റെ പ്രായം. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തറിയോ? കുട്ടി എന്ത് ചെയ്തറിയോ? വലമ്മ അഖദ ഹസൻ തംറതൻ മിൻ തംരി സദഖ. സക്കാത്തിന്റെ ഓഹരിന്ന് 7 വയസ്സ്, ഇസ്ലാമികമായിട്ട് പ്രായപൂർത്തിയായിട്ടില്ല, 7 വയസ്സിന്റെ താഴെ 5, 6 വയസ്സുള്ള പേരക്കുട്ടി സക്കാത്തിന്റെ ഓഹരിന്ന് ഒരു കാരക്കെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നു. അമറഹു അൻ യുൽഖീഹ, മോനെ അത് ഐക്കന്നെ ഇടണട്ടോ എന്ന് നബി പറഞ്ഞു. അപ്പണ്ട് വായിൽ കുറച്ച് ഖാല, നബി പറഞ്ഞു കഹ് കഹ്, മോനെ അത് തുപ്പ്, മോനെ നമുക്ക് കഴിക്കാൻ പാടില്ല, അത് മോനെ പുറത്തേക്ക് തള്ളു, മോനെ അത് വായിന്ന് പുറത്തേക്ക് തുപ്പ്. എന്നിട്ട് പ്രവാചകൻ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചോണ്ട് പഠിപ്പിക്കാൻ, മാ അലിംത അന്നഹാ ലാ തഹില്ലു ലനാ അസ്സദഖ. മോനെ, പ്രവാചകന്റെ കുടുംബമായ നമുക്ക് സക്കാത്തിന്റെ ഒരു ഓഹരിയും നമുക്ക് തിന്നാൻ പാടില്ല എന്ന് അറിയില്ല മോനെ. സോള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിചാരിച്ചതറിയോ? ചെറിയ കുട്ടിയല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് നബി വിചാരിച്ചില്ല. കുട്ടിയെ ചേർത്ത് പിടിച്ചു സ്നേഹത്തോടുകൂടി പഠിപ്പിക്കാൻ, മോനെ ഹലാലും ഹറാമും ചെറുപ്പം മുതൽ തന്നെ നോക്കണട്ടോ. ഹറാമായ സമ്പാദ്യം അറിഞ്ഞോണ്ട് ജീവിതത്തിലേക്ക് ഭക്ഷണമായോ വരുമാനമായോ വസ്ത്രമായോ വീടായോ ഓഹരിയായോ കൊണ്ടുവരരുത് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പൈശാചികത വരും കേട്ടോ. അള്ളാഹ് നമ്മളെ കൈവിടും കേട്ടോ.
കാരണം ഖുർആൻ നമ്മളോട് ഹലാലൻ ത്വയ്യിബൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്താ അറിയോ? ശ്രദ്ധിക്കണം നമ്മൾ ഖുർആന്റെ വാക്ക്, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ. വിശ്വാസികളെ, ശൈത്വാന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. ഇതിന്റെ ശേഷം പറഞ്ഞറിയോ? ഹലാലും ത്വയ്യിബേ ഉപയോഗിക്കേണ്ടതുള്ളൂ, അങ്ങനെ വരുമാനമുണ്ടാക്കേണ്ടതുള്ളൂ, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ. ശൈത്വാനെ നിങ്ങൾ പിൻപറ്റരുത്. എന്തേ കാരണം? ശൈത്വാൻ മോഹിപ്പിക്കും ഹറാമിലേക്ക്, ശൈത്താൻ ന്യായീകരണം കണ്ടെത്തിക്കും ഹറാമിലേക്ക്, ശൈത്വാൻ ഹലാലിൽ ജീവിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഹറാമ് കൂമ്പാരമായി കൊണ്ടുവരും. എന്നിട്ട് പറയും പ്രശ്നമില്ല, പുതിയ കാലത്ത് പ്രശ്നമില്ല, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, ഈ പറയുന്ന മൂല്യന്മാരൊന്നും ഇങ്ങനെയല്ല, ഓൾക്ക് വർത്താനം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ശൈത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കും. ഖുർആന്റെ വാക്കാണ്. എന്നിട്ട് അള്ളാഹു അത് നിർത്തുന്നത് അറിയോ? ഇന്നഹു ലക്കും അദൂവുൻ മുബീൻ. അറിയുക, ലോകത്തെ ഏറ്റവും വലിയ ശത്രു ജൂതനല്ല, ജൂതനേക്കാളും വലിയ ശത്രുവുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ശത്രു ഇവിടെയുള്ള തീവ്രവാദികളല്ല, അവർ ശത്രുക്കളെ പോലെ പെരുമാറുന്നു. അതിനേക്കാളും ഒരു ശത്രുവുണ്ട് നിങ്ങൾക്ക്. അതാരാണ്? ശൈത്വാനാണ്. ശൈത്വാൻ നിങ്ങളെ നരകത്തേക്ക് എത്തിക്കും. സമ്പത്ത് ഹലാൽ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞിട്ട് അടുത്ത വാക്ക പറഞ്ഞ് ശൈത്വാൻ ശത്രുവാണ് ട്ടോ, അവനെ പിൻപറ്റരുത്. പ്രവാചകൻ ആ വാക്ക കുട്ടിനെ പഠിപ്പിക്കണേ. മോനെ സക്കാത്തിന്റെ ഓഹരി നമുക്ക് ഹലാലല്ല, പക്ഷേ സക്കാത്തിന്റെ ഓഹരിയായി കാരക്ക ഉണ്ടാകാം. ആ കാരക്ക ഇസ്ലാമികമായി ബിസ്മി ചൊല്ലിക്കഴിക്കണ പുണ്യാണ്. പക്ഷേ സക്കാത്തിന്റെ ഓഹരിന്ന് നബി കുടുംബം കഴിക്കാന്നുള്ളത് ഹറാമാണ്. മോനെ അത് ചെയ്യരുത് ട്ടോ. സഹോദരങ്ങളെ, എന്തിനാണിത് പറയുന്നതെന്ന് അറിയോ? ഞാനടക്കം നമ്മൾക്ക് ആരാധനകളിൽ, വിശ്വാസ കാര്യങ്ങളിൽ, ദിക്ർ ദുആകളിൽ, ഖുർആൻ പാരായണങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച ചെറുതും വലുതുമായ സുന്നത്തായ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഒരു സൂക്ഷ്മതാബോധം, സഹോദരിമാരെ, സഹോദരങ്ങളെ, യുവാക്കളെ, സമ്പത്തിന്റെ ഹലാലിന്റെ വിഷയത്തിൽ ചർച്ചയോ കൂടിയാലോചനയോ പഠനമോ നമ്മൾക്ക് കുറവാണ് എന്ന് മനസ്സിലാകുന്നു. നിസ്കാരത്തിലെ വിരല് ചൂണ്ടുന്ന വിഷയത്തെക്കുറിച്ച് 2 ഹദീസിന്റെയും അറ്റമെങ്കിലും നമുക്കറിയാം. പള്ളിയിലേക്ക് വന്ന് നമ്മൾ ദീനിയായി ജീവിക്കുമ്പോ ഓരോ ചെറിയ കൈകെട്ടുന്ന വിഷയത്തിലും, സ്വഫ് നേരെയാക്കുന്ന വിഷയത്തിലും, ഹിജാബിന്റെ വിഷയത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ ഹദീസിന്റെ അരികും മൂലയും നമുക്കറിയാം. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. എന്നാൽ ഇസ്ലാമികമായി ഒരു വിശ്വാസിക്ക് ഈ സമൂഹത്തിന് അല്ലാഹ് പരീക്ഷണമായി സ്വർഗനരകത്തിന്റെ മുഅ്മിനിന്റെയും മുനാഫിക്കിന്റെയും ഇടയിലുള്ള പരീക്ഷണമായി അല്ലാഹ് വെച്ച സമ്പത്തിന്റെ സൂക്ഷ്മതയിൽ നമ്മൾക്ക് കാര്യമായൊരു ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തില് കെമിക്കൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ 4-5 വട്ടം നോക്കും. കടിക്കണ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ കഴിയുമ്പോൾ കയ്യുമ്പോൾ റെഡ് കളർ വന്നാൽ നമ്മൾ ചോദിക്കും, എടാ എന്തെങ്കിലും ഇതിലേറെ ചേർത്തിട്ടുണ്ടോ? കുടിക്കണ വെള്ളത്തിന്റെ അടിഭാഗത്ത് എന്തെങ്കിലും പൊടി കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എടാ അത് നല്ല വെള്ളം തന്നെയല്ലേ, വല്ല മാലിന്യം അതിൽ കലർന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വരുമ്പം രോഗം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്കപ്പ് ചെയ്ത് നോക്കും. സഹോദരങ്ങളെ, 10-55 കൊല്ലത്തിനിടക്ക് നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, വരുമാനത്തിലുണ്ട്, സമ്മാനം കിട്ടിയതുണ്ട്, അനന്തര സ്വത്തായി കിട്ടുന്നുണ്ട്, വ്യത്യസ്ത ബിസിനസ് ഉണ്ട്, മക്കൾ കൊണ്ടുതന്നുണ്ട്, മരുമക്കളെ സമ്പത്തുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലാണ്. അതിൽ ഹലാലും ത്വയ്യിബുമല്ലാത്ത ഹറാമ് കലരുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മൾ എത്ര ശതമാനം നമ്മൾ നടത്തുന്നുണ്ട് എന്ന് ആലോചിക്കുക. അത് നടത്തണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്തറിയോ? ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ. വിശ്വാസികളെ, അള്ളാന്റെ മുന്നിൽ നമ്മൾ നല്ല ലജ്ജയുള്ളവരാകണം. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് അള്ളാന്റെ മുന്നിൽ നല്ല ലജ്ജ ഉണ്ടല്ലോ. യാ റസൂലല്ലാഹ്, ഇന്നാ ലനസ്തഹി, ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടല്ലോ, നിങ്ങൾ തോന്നിയാസൊന്നും ചെയ്യണില്ലല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ആ ലജ്ജയെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെയോ, ഇതാ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകണം. വലാകിന്നസ്തഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ, യഥാർത്ഥ ലജ്ജ എന്ന് പറയുന്നത് സ്വന്തം വയറ്റിലേക്കും സ്വന്തം ശരീരത്തിലേക്കും അള്ളാഹു അനുവദിച്ചതല്ലാത്തത് ഞാൻ പ്രവേശിപ്പിക്കുകയില്ല എന്ന് തീരുമാനിക്കലാണ് ഏറ്റവും വലിയ ലജ്ജ. ആ പരിശോധന നമ്മൾ നടത്തണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ബേസിക്കാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളെ? ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ശ്രദ്ധിക്കാതെ സൂക്ഷ്മതയില്ലാതെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വരുമാനത്തിൽ ഹറാമ് വന്നാൽ മിനിമം എന്റെ ജീവിതത്തിൽ നടക്കുന്ന 4 കാര്യം. മിനിമം ഒന്നാമത്തെ എന്താ അറിയോ? എന്റെ ആരാധനകൾ പടച്ചോൻ തള്ളും.
അതാണ് ആദ്യം സംഭവിക്കുക. നമ്മൾ ആദ്യം ശരിക്കറിയണം. ഖുർആന്റെ വാക്കെന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ, അല്ലാഹ് പരിശുദ്ധനാണ്. ലാ യുഖ്ബിലു ഇല്ല ത്വയ്യിബ, ഹലാലും ശുദ്ധവുമല്ലാത്ത ഒന്നും അല്ലാഹ് സ്വീകരിക്കൂല. പടച്ചോ സ്വീകരിക്കൂല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്ന വാക്കെന്താ അറിയോ? മൻ സല്ലാ ഫീ തൗബി ബിഅശറി ദറാഹിം, ഒരാൾ 10 ദിർഹമിന്റെ ഡ്രസ് ഇട്ട് നിസ്കരിച്ചു, ഒരു 100 റുപ്യന്റെ 200 റുപ്യന്റെ ഷർട്ട് ഇട്ട് നിസ്കരിച്ചു. ഫീഹാ ദിർഹമുൻ ഹറാമുൻ, അതിൽ ഒരു ദിർഹം പടച്ചോൻ അനുവദിക്കാത്ത മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പൈസയായിരുന്നു. 200 റുപ്യയില് 10 റുപ്യ പടച്ചോൻ ഹറാമാക്കിയ മാർഗത്തിലൂടെ കിട്ടിയ പൈസ, കലർന്ന പൈസ കൊണ്ടാണ് ആ ഡ്രസ് വാങ്ങിയതെങ്കിൽ ലം യുഖ്ബലല്ലാഹു ലഹു സ്വലാത്തുൻ മാദാമ യുസല്ലി ഫീ, ആ വസ്ത്രമുള്ള കാലത്തോളം ഒരൊറ്റ ആരാധനയും നിസ്കാരവും പടച്ചോൻ സ്വീകരിക്കൂല. ഇതാണ് ഏറ്റവും ഗൗരവം. നമുക്ക് ആകുള്ളത് എന്താ കൂട്ടരെ? എനിക്കും ഇങ്ങൾക്കും ആകുള്ളത് എന്താ? ബദറോ ഉഹുദോ ഖന്തക്കോ ഹിജറയോ, പ്രവാചകനെ നേരിട്ട് കണ്ട പ്രവാചകന്റെ ഖുത്ബ കേട്ട് അവിടെയുള്ള ത്യാഗമോ, നമ്മൾക്ക് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു രക്തത്തിന്റെ തുള്ളി പോയിട്ട് വിയർപ്പിന്റെ തുള്ളി പോലും പടച്ചോന്റെ മുന്നിൽ കാണിക്കാൻ നമുക്കില്ല. ആകുള്ള നിസ്കാരാണ്, ആകുള്ള റമദാനിലെ നോമ്പാണ്. എപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്വതക്കയും ദാനധർമ്മവും ഈ പള്ളിക്കൊക്കെ വരലും ഈ ജുമയും ഇത് മാത്രമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലും പരലോകത്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ ദുഷ്ടന്മാർ, അതിനേക്കാളും വലിയ ദൗർഭാഗ്യവാന്മാർ, ഗതികെട്ടവർ ദുനിയാവിലാരാ? പടച്ചോ സ്വീകരിക്കൂല, നേർക്കുനേരെ പറയാൻ. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. അസ്ബാബു അദ്മിൽ ഖുബൂലിൽ അഅമാൽ മുതനബ്ബിഅ, ചെയ്യുന്ന നിസ്കാരവും നോമ്പും ഹജ്ജും ദിക്റും ദുആകളൊക്കെ ഉണ്ടല്ലോ, ഇത് സ്വീകരിക്കാത്ത കാരണങ്ങൾ പലതാണ്. അഅ്ലമുഹാ വഅഖ്തറുഹാ, അതിലേറ്റവും ഗൗരവമുള്ള കാര്യം അശ്ശിർക്കു ബില്ലാഹ്, ശിർക്ക് ചെയ്യലാണ്. ലയഹ്ബതന്ന അമലു, ഒരു അമലും സ്വീകരിക്കൂല. വഅൻവാഉൽ കുഫ്രി ബില്ലാഹ്, 2 കുഫ്റാൻ, പടച്ചോന് പകരം മറ്റൊരു പടച്ചോനുണ്ടെന്ന് പ്രഖ്യാപിക്കലാണ്. എന്നിട്ട് അവസാനിപ്പിക്കുന്ന വാക്കെന്താ അറിയോ? അതുവഴി ഫഇന്നഹാ തുബ്തിൽ അഅമാലു കുല്ലിഹാ, അതുവഴി മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. വമിൻഹാ, ശിർക്കിന്റെയും കുഫറിന്റെയും കൂട്ടത്തിൽ മുഴുവൻ അഅമാലും പൊളിഞ്ഞു പോകുന്ന ഇനത്തിൽപ്പെട്ടതാണ് അക്ലുൽ ഹറാം, അല്ല നിഷിദ്ധമാക്കിയ സമ്പത്ത് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുക എന്നത്. അമലില്ലെങ്കിൽ സോങ്ങളെ പിന്നെ എങ്ങനെ നമ്മൾ മരിച്ചു പോവുക? അമലില്ലാത്ത നമ്മളെങ്ങനെയാ ഖബർ പോവുക? അമലില്ലാത്ത നമ്മളെങ്ങനെയാ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത് നമുക്ക് അടക്കാൻ ധൈര്യം ഉണ്ടാകുക? അമൽ പൊളിഞ്ഞോകും. ശ്രദ്ധിക്കാനത് പറയണം. നമ്മൾ ബോധപൂർവം ആലോചിക്കാനാണ്. കാരണം നമ്മുടെ യത്തിൽ തെറ്റുകൾ ഉണ്ടായി നമ്മൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് ഹജ്ജിന് പോകുക, എന്നിട്ട് അതാ വർഷോ സ്വീകരിക്കാതെക്കുക. കൂലിപ്പണെടുത്തിട്ട് നോമ്പോൽക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. സോ ഇതല്ല സ്വീകരിക്കാതെക്കുക. കാരുണ്യവാനായ നാഥൻ നമ്മുടെ പ്രവർത്തനത്തെ തള്ളുക. നമ്മൾ എത്രയോ മനുഷ്യന്മാർക്ക് വീടുണ്ടാക്കി കൊടുത്തു, അതല്ല സ്വീകരിക്കാതെക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് ബാപ്പാനിമാനി നോക്കുക, അതല്ല സ്വീകരിക്കാതെക്കുക. മക്കൾക്ക് വേണ്ടി ദാമ്പത്യം മറന്ന് ഗൾഫ് പോകുക, കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾ അല്ലാണ്ട് പ്രാർത്ഥിക്കുമ്പോഴും അതല്ല സ്വീകരിക്കാതെക്കുക. ഓതിയ ഓത്തും ചൊല്ലിയ ദിക്റും പള്ളിക്കൊക്കെ വന്നതും പടച്ചോൻ തടയാന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഗതികെട്ടോനാരാണ്? നമ്മളെ സമ്പത്ത് ഹറാമിൽ നിന്ന് മോചിതമാക്കണം. എന്ത് നമ്മുടെ മനസ്സിൽ ന്യായം വന്നാലും ഇത്രയും കാലമായിട്ട് പെട്ടെന്ന് ഒഴിവാക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക? പെട്ടെന്ന് കുറയുമ്പോൾ പിന്നെ എങ്ങനെയാ? ഇതൊക്കെ ആയത്തുമായിട്ട് ബന്ധിപ്പിക്കണം. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താൻ നരകത്തിൽ തന്നെ നമ്മളെ ഉറപ്പിച്ചു നിർത്താൻ പല ന്യായവും പല ഉഡായിപ്പും പല ന്യായീകരണവും മനസ്സ് തോന്നിപ്പിക്കും. അത് ശൈത്താന്റെ പണിയാണ്. ഇന്നഹു ലക്കും അദുവുൻ മുബീൻ, അവൻ വ്യക്തമായ ശത്രുവാൻ. നരകത്തിൽ എത്തിച്ചിട്ടേ അവന് സമാധാനം ഉണ്ടാവുള്ളൂ. അമല് നമ്മൾ പൊളിഞ്ഞു പോവും. രണ്ടാമത്തെ എന്താ അറിഞ്ഞോങ്ങളെ? രണ്ടാമത്തത് പ്രാർത്ഥന തലക്ക് മുകളിലേക്ക് ഉയരൂല. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എത്ര ദുർബലരാണ്. നമുക്ക് നമ്മളെ കുട്ടിന്റെ കാര്യം നമ്മൾ ചെയ്തിട്ട് ആക്കി അല്ലാണ്ട് പടച്ചോനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ചെയ്യുന്നുണ്ട്, ബാക്കി ഇജ്ജ് നോക്കണട്ട് അല്ലാ. പടച്ചോൻ എന്റെ വാപ്പ ആശുപത്രിയിലാണ്, ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, എന്റെ ബാപ്പാനിമാനെ തിരിച്ചു തന്നിട്ടോ പടച്ചോനെ. അള്ളാഹുവെ, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാണ്, ഉള്ള പൈസക്കെ പാടെ ഒരുമിച്ച് കൂട്ടി തുടങ്ങാൻ. നാഥാ, നീ അതിൽ വരുമാനം തരണമേ പടച്ചോനെ. നാഥാ, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഒരു ജുമയും ദീനും ഈദ്ഗാഹൊക്കെ സമാധാനത്തിൽ കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട്. നാഥാ, ഈ അങ്ങാടിയെ, ഈ നാടിനെ, ഈ ലോകത്ത് എങ്ങനെ ആക്കണം പടച്ചോനെ? തീവ്രവാദ ഭീകരവാദ പ്രവർത്തനം മാറ്റണേ.
എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഇതൊന്നും പടച്ചോനിലേക്ക് ഉയർന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനേക്കാൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഹതഭാഗ്യവാൻ ആരാണ്? പ്രവാചകൻ അതേപോലെ പഠിപ്പിച്ചു തന്നു. ആരോടെ പഠിപ്പിക്കണം അറിയോ? സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബ ദഅവ. നബിയെ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം സഅദായി എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നബി ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹിനോട് നബി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകാൻ സഅദിന്റെ പ്രാർത്ഥനക്ക് നാഥ നീ ഉത്തരം നൽകണമേ എന്ന് പ്രവാചകരെ താങ്കളൊന്ന് പടച്ചോണ്ട് പ്രാർത്ഥിക്കോ. അതിന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ? സഅദേ ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ ഒരു കാര്യം കേട്ടോ, അള്ളാഹ് ഉത്തരം നൽകണമെങ്കിൽ യാ സഅദ് അതിബ് മത്അമക്, കഴിക്കണ ഭക്ഷണവും ഉപയോഗിക്കുന്ന വസ്തുവും നീ നല്ലതാക്കണട്ടോ. തകുൻ മുസ്തജാബ ദഅവ, എങ്കിലേ അള്ളാഹു ഉത്തരം നൽകുള്ളൂ ട്ടോ. എന്താ നബിന്റെ വാചകം? നമ്മളോട് പറയാൻ, നമ്മൾ ഉമ്മാരോട് പറയണം, ഉമ്മാരെ അവനാന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പം അറിഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊണ്ടോ മക്കളെ കൊണ്ടോ മരുമകനെ കൊണ്ടോ പേരക്കുട്ടിനെ കൊണ്ടോ ഹറാമുമായി ബന്ധപ്പെട്ട സമ്പത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹുലേക്ക് ഉയരൂല. നമുക്കറിയുന്ന ഒരു സംഭവമല്ലേ മദീന പള്ളി. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സഹാബി വന്നിട്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാണ്. പ്രാർത്ഥന രൂപ ഹദീസിൽ എങ്ങനെ അറിയോ? കൈകൾ അള്ളാഹുവിന്റെ നേരെ ഉയർത്തുന്നു, അദ്ദേഹം ഗദ്ഗദത്തോടുകൂടി പടച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു, ഖിബിലക്ക് നേരെ തിരിയുന്നു, വിങ്ങിപ്പൊട്ടി പടച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു. ഹദീസിൽ കാണാം, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താടിരോമങ്ങളിലൂടെ ഒഴുകുമാറ് വിങ്ങിപ്പൊട്ടി പടച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ രൂപം കണ്ടിട്ട് സഹാബാക്കൾ, നബിയെ അദ്ദേഹത്തിന്റെ ഒക്കെ പ്രാർത്ഥനക്ക് അള്ളാഹ് ഉത്തരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരെ പ്രാർത്ഥനക്കാ കൊടുക്കുക? എത്ര വിനയാന്യതനായി തഖ്വയോടെ സൂക്ഷ്മതയോടെ അലിവോടെയാണ് പടച്ചോന്റെ മുന്നിൽ അയാൾ യാചിക്കുന്നത്. അതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ അറിയോ? അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാ സഹാബാക്കളെ അയാൾക്ക് ഉത്തരം കിട്ടുക? നബിന്റെ ചോദ്യാണ്, എങ്ങനെ അയാൾക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കുക? നബിക്ക് അയാൾ അറിയാ, മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമർകബുഹു ഹറാം വഗുദിയ ഫിൽ ഹറാം. അയാളെ വണ്ടി ഹറാമായ പൈസ കലർന്ന വണ്ടിയാണ്. അയാൾ ഡ്രസ്സ് ഹറാമായ പൈസ കലർന്ന ഡ്രസ്സാണ്. അയാളുടെ ഭക്ഷണം ഹറാമായ സമ്പത്ത് കലർന്ന ഭക്ഷണമാണ്. അയാൾ ഗുദിയ ഫിൽ ഹറാം, ഓരോ മേഖലയും ഹറാമും ഹലാലും കൂടിക്കലർന്ന ജീവിതാണ്. അയാൾക്ക് എങ്ങനെ അള്ളാഹ് ഉത്തരം കൊടുക്കുക? നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇത് ദീനല്ലാതെ പറഞ്ഞു തരൂല. നമ്മളോട് പലരും പറയും, എന്താ അറിയോ, എടാ അങ്ങനെ നോക്കിയാൽ നടക്കൂലടാ, അങ്ങനൊന്നും എല്ലാരും ചെയ്യുന്നുണ്ടടാ, നമ്മളിപ്പോ മാറുന്ന കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൊട്ടനായിട്ട് തോന്നൂടാ. നമ്മളൊന്നും തോന്നൂല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹലാല് ജീവിതത്തിൽ കൊണ്ടുവരികയും ഹറാം ഒഴിവാക്കാന്ന് തീരുമാനിച്ചാൽ ആ ജീവിതത്തിൽ പടച്ചോൻ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അത് അനുഭവിക്കാം ഈ ദുനിയാവെന്ന് പരലോകത്തും. പ്രവാചകൻ മൂന്നാമതായിട്ട് പറഞ്ഞ വാചകം എന്താ അറിയോ? ഇതൊന്നുകൂടി നമുക്ക് ഗൗരവമുള്ള കാര്യമാണ്. ഒന്ന് അമല് തള്ളുന്നാണ്, രണ്ട് പ്രാർത്ഥന സ്വീകരിക്കുക, മൂന്നാമത് എന്താ അറിയോ? മക്കളെ പടച്ചോൻ നന്നാക്കണീന് അള്ള വെച്ച മാനദണ്ഡം, റസൂൽ വെച്ച മാനദണ്ഡം എന്താ അറിയോ? അവനാൻ കഴിക്കണം, മക്കൾക്ക് കൊടുക്കുന്നതും അവനാൻ ഉപയോഗിക്കുന്നതുമായ സമ്പത്ത് ഹലാലാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സഹാബാക്കൾ എന്നിട്ട് ചോദിച്ചു, നബിയെ ഞങ്ങളെ മക്കൾ നല്ലമ്പോരാകാൻ, ബാപ്പാൻ അനുസരിക്കണ ദീനിയായ മക്കളാകാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നബി പറഞ്ഞ വാക്കെന്താ അറിയോ? 4 കാര്യം പറഞ്ഞിടത്ത് ഒന്നെന്താ അറിയോ? എടാ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ ഈ നിസ്കരിച്ചാലും നീ നോമ്പോറ്റാലും നീ ദീനിയായാലും മക്കൾ ആൺകുട്ടിനും പെൺകുട്ടിനും കിട്ടൂലട്ടോ. പ്രവാചകന്റെ സഹാബാക്കളെ സുബൈസ്കാരം കഴിഞ്ഞു ദിക്റും ദുആകളൊക്കെ സാധാരണ നിൽക്കുന്ന സഹാബി ഒരു സമയം കഴിഞ്ഞപ്പോ പെട്ടെന്ന് സലാം വീട്ടിയ നേരെ പള്ളിക്കെന്ന് പോവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പം വിളിച്ചു. ഇങ്ങോട്ട് പറഞ്ഞു, എന്റെ പള്ളിക്ക് 2-3 മിനിറ്റ് ഇരുന്നിട്ടൊന്ന് ദിക്റും ദുആകളും പ്രാർത്ഥനയും ചൊല്ലാതെ എവിടേക്കായി ധൃതിപ്പെട്ട് പോണത്? അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? റസൂലുള്ളാഹ്, എന്റെ അയൽവാസിയുടെ വീട്ടിലുള്ള മരം എന്റെ പറമ്പിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കായ അതിന്റെ ഫലം വീഴുന്ന സമയമാണ്. രാവിലെ എഴുന്നേക്കുമ്പോൾ വീണിട്ടുണ്ടാവും. എന്റെ മക്കളെ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും ദുആകളും കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ ചിലപ്പോ എന്റെ ചെറിയ കുട്ടി എഴുന്നേറ്റിട്ട് വീട്ടിലേക്ക് വീണ പറമ്പിലേക്ക് വീണ ആ
ആ ഫലങ്ങൾ കഴിച്ചാൽ പടച്ചോനെ ഞങ്ങൾക്ക് അനുവദനീയമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി പള്ളിക്ക് ഞാൻ നേരെ പോകും, പോണീനിടക്ക് ദിക്റുകളും ദുആകളും ചൊല്ലും. എന്നിട്ട് എന്റെ പറമ്പിലേക്ക് വീണ ആ പഴങ്ങൾ അവന്റെ പറമ്പിലേക്ക് തന്നെ തിരിച്ചിടും. മക്കൾ കഴിക്കുന്നതിന്റെ മുമ്പ്, അവരെഴുന്നേക്കുന്നതിന് മുമ്പ്, ചെറിയ മക്കൾ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ മക്കൾക്ക് കിട്ടാത്ത രൂപത്തിലേക്ക് ആക്കി വെക്കും. ഇതെവിടുന്ന സഹാബാക്ക് കിട്ടിയത്? ഇതെവിടുന്ന സഹാബാക്ക് നബി പഠിപ്പിച്ചതാണ്. അവനാന്റെ മക്കൾ നന്നാകണമെങ്കിൽ ബാപ്പാരുമാരും ആലോചിക്ക, അവര് കഴിക്കണ ഭക്ഷണം അവർക്ക് കൊടുക്കണതും നമ്മൾ കഴിക്കണതും ഹലാലല്ലേ? അങ്ങാടിന്ന് വാപ്പാണ്ട് വർത്താനം പറയുന്ന തട്ടിക്കേറുന്ന മക്കൾ അതുവഴി ഉണ്ടാകുന്ന നബി പറഞ്ഞ്. നമ്മൾ അങ്ങോട്ട് നന്നായി നോക്കിയാലും ഇങ്ങോട്ട് ബാപ്പ നിങ്ങൾക്ക് അസുഖം വല്ലാതെ ആകുമ്പോ എന്നെ ഫോൺ വിളിച്ചോണ്ട് ഞാൻ വരാന്ന് പറഞ്ഞ മക്കൾ ഉണ്ടാക്കുന്ന അല്ല പറഞ്ഞ്. അത്രമാത്രം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാലും എന്തെങ്കിലും പൈസ നമ്മൾ ചോദിക്കുമ്പോഴേക്ക് കണക്ക് പറഞ്ഞിട്ട് ബാപ്പാനിമാനും വരക്കണ മക്കളല്ല ഉണ്ടാക്കുന്ന അല്ല പറഞ്ഞ്. അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സമ്പത്തിൽ പുനരാലോചന ഉണ്ടാകണം. നാലാമത്തത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഹറാമായ സമ്പത്ത് ബോധപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, സ്വത്തോഹരി വക്കിനോടുത്ത് വന്നാൽ, വളച്ചുകെട്ടിനോടുത്ത് വന്നാൽ, കച്ചവടത്തിൽ വന്നാൽ, വരുമാനത്തിൽ വന്നാൽ, മറ്റൊരാളുടേത് കട്ടെടുക്കുക വഴി വന്നാൽ, ബാക്കിയുള്ള മേഖലയിൽ അല്ലാഹ് അനുവദിക്കാത്ത മേഖലയിൽ കൂടെ കൊണ്ടുവന്നാൽ, അമലുകൾ പൊളിയുന്ന പോലെ, ദുആകൾ സ്വീകരിക്കാത്ത പോലെ, മക്കൾ വഴിതെറ്റുന്നത് പോലെ നരകത്തിലേക്ക് നേർക്കുനേരെ പ്രവേശനമുണ്ടാകും എന്ന് പ്രവാചകൻ പഠിപ്പിക്കാൻ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല. ജസദുൻ, ഒരു തടി, ഒരു ശരീരം സ്വർഗത്ത് പോകൂല. ഗുദിയ ബിൽ ഹറാം, അതിൽ ഹറാം കലർന്നിട്ടുണ്ടെങ്കിൽ, തിന്ന ചോറിൽ തൗബ ചെയ്യാതെയാണ് മരിച്ചു പോയതെങ്കിൽ, ബോധപൂർവം അറിഞ്ഞിട്ടും അത് ഒഴിവാക്കാതെയാണ് ദുനിയാവിൽ ജീവിച്ച് മരിച്ചതെങ്കിൽ ആ ശരീരം സ്വർഗത്ത് പോകൂല. ലാ യദ്ഖുലുൽ ജന്ന, വീണ്ടും പറയാൻ, സ്വർഗത്ത് പോകൂല. ലഹമു നബത്തിൻ മിൻ സുഹത്തിൻ വന്നാർ ഔലാ ബി, ഒരു ശരീരത്തിൽ ഹറാം വന്നിട്ടുണ്ട്, അയാൾ അതറിഞ്ഞിട്ടും ഒഴിവാക്കാതെ തൗബ ചെയ്യാതെ അയാൾ അതുമായിട്ട് ജീവിച്ചു. ആ ശരീരത്തിന് നരകത്തിന്റെ തീജ്വാലയാണ്, നരകത്തിന്റെ തീജ്വാലക്കാണ് അതിനോട് ഏറ്റവും ഇഷ്ടം. അതിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് ഇൻഷാ അല്ലാഹ് ഏതൊക്കെ മേഖല ശ്രദ്ധിക്കാതെ നമുക്ക് പറയാം, ബാക്കിയുള്ള ഖുതുബകൾ അങ്ങനെ പറയാം. പക്ഷെ ഇത് നമുക്ക് ഉറപ്പുണ്ടാണ്. എന്താ അറിയോ? പടച്ചോനെ അറിഞ്ഞുകൊണ്ട് എന്റെ അറിവനുസരിച്ച് ഞാൻ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് ഹറാമായ സമ്പത്ത് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നിക്കണമെങ്കിൽ എന്റെ അമൽ സ്വീകരിക്കാത്ത, എന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്ത എന്റെ മക്കളോ പേരക്കുട്ടികളോ വഴിതെറ്റി തോന്നിവാസികളായി പോകുന്നതിന്റെ മുമ്പ്, നരകത്തിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ്, ശ്വാസം പോകുന്നതിന് മുമ്പ് ആ കാര്യത്തിൽ ഞാൻ പരിഹാരം കണ്ടെത്തി ഒഴിവാക്കാനുള്ള ഈമാനും തഖ്വയും ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, യുവാക്കൾ, മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ജോലി ഒക്കെ അന്വേഷിക്കുമ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടി ഈ വിഷയത്തിൽ പറയാൻ, നിങ്ങളൊരു ജോലിക്ക് അന്വേഷിക്കുമ്പം 10,000 ജോലി ഉണ്ടാവും, അതിൽ 9,000 നമുക്ക് അനുവദനീയായിരിക്കും. ഹറാമായ ജോലിയിലേക്കൊക്കെ നമ്മളെങ്ങനെ തള്ളണ കുറേ ഏജൻസി ഉണ്ടാവും. അത് ശൈത്വാനീയത്തിന്റെ സംഗതിയാണ്. നമ്മൾ ആലോചിച്ച്, വാപ്പാണ്ട് ഉമ്മാടൊക്കെ കൂടി ആലോചിച്ച്, നമ്മുടെ താല്പര്യങ്ങളൊക്കെ പരിഗണിച്ച് ഉപ്പാനോട് ഉമ്മാടൊക്കെ ചോദിച്ചു, വാപ്പ അമ്മ ഇന്നൊരു കോഴ്സ് പോയാൽ കുഴപ്പമില്ലല്ലോ, ഈ മാർഗമാണ്, എനിക്കതിനെപ്പറ്റി ഒന്ന് അറിയണമെന്നുണ്ട്, മൗലവിനോടൊന്ന് ചോദിച്ചു നോക്കോ, അല്ലെ നമുക്ക് അറിയണം, നമ്മളെ കുടുംബത്തിലോ ആട് അന്വേഷിച്ചു നോക്കോ. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകണം. എന്തുകൊണ്ടെന്ന് പറയാം. നമുക്കിതറിയാതെ നമ്മൾ ഏതെങ്കിലും കോഴ്സിനൊക്കെ ചേരും, അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറും. എന്നിട്ട് അവിടെ നിന്നൊരു 5-8 കൊല്ലമൊക്കെ ആയി, 10 കൊല്ലമായി, അതിന്റെ മുകളിലേക്കൊക്കെ എത്തുമ്പോഴേക്കാരും ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഹറാം ഉൾപ്പെട്ടതാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മളെ ശൈത്താൻ അതിന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കൂല, അതിൽ തന്നെ ഉറപ്പിച്ചെടുത്തു. കുറ്റബോധം കൊണ്ട് ഹറാമ് തന്നെ ജീവിച്ചു മരിക്കും. കുറ്റബോധം ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് ഈമാൻ ഉണ്ടല്ലോ. പക്ഷെ ആ ഹറാമെന്ന് പോകാനുള്ള ഈമാനത്തെ ശൈത്താൻ തരൂല്ല, നമ്മളെ നേടിയെടുക്കില്ല. അതുകൊണ്ട്
പഠിക്കുന്ന നല്ലവരായ ആൺകുട്ടികളും മക്കളും യുവാക്കളും യുവതികളും നമ്മുടെ വരുമാനത്തിൽ ഹറാമില്ലാത്ത രൂപത്തിൽ തുടക്കം തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഉമ്മമാരും എല്ലാവരും. സഹോദരങ്ങളെ, നമ്മളെ വീട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് മക്കളോട് ഗൾഫ് പോകുമ്പോൾ നമ്മൾ പറയേണ്ടേ, മോനെ നല്ല ജോലി അന്വേഷിക്കുക, ഇൻഷാ അല്ലാ ഹറാമായൊരു ഏർപ്പാടിൽ മോന് പോയി പെടരുത് എന്ന് പറയണം. അതിനൊരു ബർക്കത്തുണ്ടാവും. മക്കളെ പറഞ്ഞേക്കുമ്പോഴും ഭർത്താവിനെ പറഞ്ഞേക്കുമ്പോഴും ഭാര്യമാരോട് ജോലിക്ക് പറഞ്ഞേക്കുമ്പോഴും എപ്പോഴും നമ്മളെ വീട്ടിൽ അറിഞ്ഞോണ്ട് ഹറാമ് വരരുത്. മഹാനായ ഗസാലി ഇമാം പറഞ്ഞൊരു വാചകമുണ്ട്, അൽ ഇബാദാത്ത്. നമ്മൾ ശരിക്കും അൽ ഇബാദാത്ത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇബാദത്തല്ലേ, ജുമാക്കിരിക്കൽ ഇബാദത്തല്ലേ, ഖുർആൻ ഓതൽ ഇബാദത്തല്ലേ, സ്വതക്ക കൊടുക്കൽ ഒക്കെ ഏത് ഇബാദത്തും കുല്ലുഹാ ളായിഅത്തുൻ മഅഖിലിൽ ഹറാം, ഹറാമായ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? വഅന്ന അഖ്ലുൽ ഹലാൽ ഹുവ അസാസുൽ ഇബാദത്തി കുല്ലിയ, ഹലാലായ സമ്പത്താണ് കഴിക്കണതെങ്കിൽ നമ്മുടെ ഇബാദത്തിന്റെ മുഴുവൻ അടിത്തറ അതാണ്. വൽ ഇബാദത്തു മഅ അഖ്ലുൽ ഹറാം, ഹറാം കഴിച്ചുകൊണ്ട് ഞാൻ ഉംറക്ക് പോകുക, ഹറാം കഴിച്ചുകൊണ്ട് ഞാൻ നിസ്കരിക്കുക, ഹറാം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സാധുക്കളെ സഹായിക്കുക, ഹറാമായ പൈസ കൊണ്ട് ഞാൻ ജീവിച്ചിട്ട് ബാക്കിയുള്ള നന്മകൾ ചെയ്യുക എങ്കിൽ കൽ ബിനാഇ അലാ അംവാജിൽ ബഹർ, കടൽ തീരത്ത് ഞാൻ മണൽ കൊട്ടാരം കെട്ടുന്നതിന് സമാനമാണ്. ഒറ്റ തിരമാല മണൽ കൂമ്പാരം ഒലിച്ചു പോകുന്നത് പോലെ ലക്ഷക്കണക്കിന് ഉറുപ്യ കൊടുത്ത് ചെയ്ത ഇബാദത്തും കഠിനാധ്വാനം ചെയ്തു കൊടുത്ത സൽക്കർമ്മങ്ങളും പടച്ചോന്റെ പക്കൽ ധൂളിയാക്കി അല്ല മാറ്റും. ചെയ്യരുത്. ആവർത്തിക്കുന്നു, ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ല. നമുക്ക് അനന്തരസ്വത്ത് ഓരിക്കുമ്പം ഇത് ഓർമ്മ വരണം, ഹറാമായത് വേണ്ട. ആര് പറഞ്ഞാലും ഹറാമായത് വേണ്ട, നിലവിലുണ്ടോ നമ്മൾ ഒഴിവാക്കുക. ഇങ്ങോട്ടൊന്ന് ജീവിച്ചോക്കിൻ, മക്കളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. ജീവിതത്തിൽ ടെൻഷൻ കുറയണ കാണും, പടച്ചോ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് തരുന്ന കാണും. ഞാൻ ഉമ്മമാരോട് സാന്ദർഭികമായിട്ട് പറയാൻ, അവനാന്റെ കുട്ടിക്ക് ഒരു കല്യാണാലോചന നടക്കുമ്പോഴും വരന്റെ ജോലി നോക്കുമ്പോഴും ഹലാലായ സമ്പത്തുള്ള ജോലിയാണ് എന്ന ചാഢ്യം ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാകണം. ഇന്റെ മകക്കൊരു കല്യാണാലോചന ഒരേ കാറ്റഗറിയാണ്, ഒരേ കുടുംബാണ്, ആയിക്കോട്ടെ. പക്ഷെ എന്റെ മകന്, എന്റെ മരുമകൾക്ക്, എന്റെ മരുമകന് ഇതുവരെ എന്റെ വീട്ടിൽ എന്റെ വാപ്പയും എല്ലാരും ദീനിയായി ജീവിച്ച് നല്ല സമ്പത്തോണ്ടാ ജീവിക്കണത്. മരുവന്റെ പണി അതാ, എന്നാലും പ്രശ്നമില്ല. അല്ല, ആ വീട്ടിക്ക് ഹറാമ് വരികയാണ് ബോധപൂർവം. മരോളെ ജോലി അതാണ്. നമുക്കറിഞ്ഞുകൊണ്ടൊരു ഹറാമ് വരരുത് ദയവ് ചെയ്ത്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഭക്തിയും തഖ്വയും ഹലാലി ബോധവും നമ്മുടെ ഒരു കല്യാണം കൊണ്ട് ഹറാമ് കൊണ്ടുവരരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കാണണം, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. അതിന് അള്ളാഹു വെച്ച നമ്മുടെ ഉമ്മത്തിനുള്ള പരീക്ഷണമാണ് അൽ ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ, പൈസ എന്നുള്ളത്. ആ പൈസ എത്രയും സമ്പാദിക്കാം, അള്ളാഹിന്റെ ഒക്കെ വലിയ പുണ്യമാണ്. പക്ഷെ അതിൽ ഹറാമ് കലരാതെ എന്റെ വീട്ടിലും എന്റെ വാഹനത്തിലും എന്റെ ഫോണിലും എന്റെ ഡ്രസ്സിലും എന്റെ കല്യാണത്തിലും എന്റെ പഠനത്തിലും ഹറാമ് കലർന്നിട്ടില്ല എന്ന ഉറപ്പ് നമ്മൾ വരുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സമ്പാദിക്കുന്ന ഓരോ സമ്പാദ്യങ്ങളും റഹ്മാനായ നാഥ ഹലാലും ത്വയ്യിബുമാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഹറാമായ മുഴുവൻ സമ്പത്തും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തഖ്വയും ഈമാനും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചവർ, ചെറുപ്പത്തിൽ നോക്കിയവർ, നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും നാഥ സന്തോഷവും സമാധാനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തികമായി നല്ല പ്രയാസങ്ങളും കടങ്ങളുമുള്ള ആൾക്കാരുണ്ട്, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, തൊഴിലില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, കുടുംബജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ച് പരിഹരിച്ച് സന്തോഷകരമായ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിലും പുറത്തും ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും
സ്വർഗവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.